സർക്കാരുകൾ മലയോര മേഖലകളിൽ പട്ടയം കൊടുക്കുന്നതിനും പട്ടയം കൊടുക്കാൻ വേണ്ടി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുള്ള സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുക്കാത്തത്? 224 ദിവസമായി ഈ പട്ടയത്തിന് വേണ്ടി സമരം കിടക്കുന്ന ഈ ആദിവാസികളെ കാണാതെ പോകുന്നു എന്നുള്ളത് വളരെ കഷ്ടമാണ്. ഈ കാണുന്നത് വയനാട് അട്ടപ്പാടി ആദിവാസി കുടികളിലെ കാഴ്ചയല്ല. വൈക്കം ടൗണിൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആദിവാസി കോളനിയിലെ കാഴ്ചയാണ്. കുറെ മനുഷ്യർ പുഴുക്കളെ പോലെ ഇവിടെ താമസിക്കുന്നു. പക്ഷെ ഞങ്ങളെയൊക്കെ ഓരോ വോട്ടും കൊണ്ട് ഇവരൊക്കെ ഈ നിലയിൽ നിൽക്കുന്നെന്ന് ഓർക്കണം. ഇവിടെ സംവരണ സീറ്റ് മത്സരം പോലും ഞങ്ങളെ അവഗണിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അവർ ഇതുവഴി കാറേ പോകുന്നുണ്ടെങ്കിലും അവരിങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുകയില്ല. മാർച്ച് 31-നുള്ളിൽ ഞങ്ങൾക്ക് പട്ടയം തരാമെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ കോളനിക്കാർക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച കമ്മ്യൂണിറ്റി ഹാളാണ് അതിന്റെ അവസ്ഥയുമാണ്. വൈക്കം MLA മുൻകൈ എടുത്തിരുന്നെങ്കിൽ പറയാൻ കാരണം MLAയുടെ പാർട്ടിക്കാരനാണ് ഇവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നല്ല വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്വന്തം കിടപ്പാടത്തിന് പട്ടയം വേണമെന്ന് അപേക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഒരു മനുഷ്യായുസിന്റെ പകുതിയായി. സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ചവർ പോലും ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ അവഗണിക്കുന്നു എന്നാണ് ഇവരുടെ പരാതി.